ഡിപ്പെൻഡൻസി ഇപ്പോൾ കൂടുതലായി തോന്നുന്നുണ്ട്. കുറച്ച് സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷമാണിത്. ആശ്രയത്വത്തിന് ഡിപ്പെൻഡൻസിക്ക് ഇതാണ് അർത്ഥം. നിങ്ങൾ ഇപ്പോൾ ഇയാൾ ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ അയാളുടെ മേൽ ഇങ്ങനെ ഭാരം കയറ്റി വെക്കുക. പറയുക, ഞാൻ നിങ്ങളെ ആശ്രയിക്കുന്നു. ശരിയല്ലേ? നിങ്ങൾ അയാളുടെ മേൽ ഇങ്ങനെ ചാടി നിൽക്കുക. അയാളുടെ മേൽ ഭാരം കയറ്റുക. ഞാൻ നിങ്ങളെ ആശ്രയിക്കുന്നു. ഇതെല്ലാം ആരെങ്കിലും സഹിക്കുമോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാടുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഇതെല്ലാം സഹിക്കുകയുള്ളൂ. അതുകൊണ്ട് ആശ്രയത്വം ഒരു രോഗമല്ല. ആശ്രയത്വം ഒരു അപകടമല്ല. അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ റാൻഡം ഇവന്റ് അല്ല. ഡിപ്പെൻഡൻസി, ആശ്രയത്വം ഇതാണ്. ഞാൻ നിങ്ങളുടെ മുകളിൽ വന്ന് ഇങ്ങനെ ഭാരം കയറ്റിവെക്കും എന്ന് വിചാരിക്കുക. ആശ്രയിക്കും. നിങ്ങൾ എന്നെ സഹിക്കുക. അതിനുപകരമായി അതെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന കാര്യം നൽകാം. അപ്പോൾ ആശ്രയത്വം ഒരു കച്ചവടമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ആരെ എങ്കിലും സ്വന്തം മുകളിൽ വെറുതെ സൗജന്യമായി ആശ്രയിക്കാൻ സമ്മതിക്കുമോ? അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ആശ്രയത്വങ്ങൾ ഒരുപാടുണ്ടെന്ന്, അതായത് നിങ്ങൾ ആരെങ്കിലും ഒരാളെ ആശ്രയിക്കുന്നു, അതിനർത്ഥം നിങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാനും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാൻ ഒരുപാടുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ആശ്രയത്വം അയാൾ സഹിക്കുകയാണെങ്കിൽ അത്രയും അയാൾക്ക് കൊടുക്കുന്നതിനു പകരം സ്വയം എടുത്തു കൂടെ? അത്രയും നിങ്ങൾക്ക് സ്വയം എടുക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കും. ലോകത്ത് സൗജന്യമായ ഉച്ചഭക്ഷണങ്ങളില്ല. നിങ്ങൾ ഒരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടാകും. നിങ്ങൾ അയാൾക്ക് എത്ര നൽകുന്നുവോ അത്രയും സ്വയം നൽകുക. അതിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കും. അത്രയും നിക്ഷേപം സ്വയം നടത്തുക. എത്രയാണോ നിങ്ങൾ അയാൾക്ക് എല്ലാ മാസവും നൽകുന്നത്. നന്ദി സാർ.